തീരദേശ പരിപാലന അതോറിറ്റി പ്രസിദ്ധീകരിച്ച മാപ്പിൽ വേലിയേറ്റ രേഖ മാറി രേഖപ്പെടുത്തിയതിനാൽ പഞ്ചായത്ത് പരിധിയിൽ നിരവധി പേർ ബുദ്ധിമുട്ടുന്നതായി പരാതി. കരട് മാപ്പും നിർദ്ദേശങ്ങളും പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്താൻ പരാതി നൽകാതെ പട്ടവും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിഷ്ക്രിയത്വമാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത്. തീരദേശ പരിപാലന അതോറിറ്റി പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പട്ടവും പഞ്ചായത്തിലെ തീരദേശത്തുള്ളവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം തീരദേശത്തെ ജനങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഗുണകരമായ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും പട്ടുവത്തെ തീരദേശ മേഖലയിലുള്ളവർ നിരാശയിലാണ്. 2019 പ്രസിദ്ധീകരിച്ച കരട് മാപ്പും കരട് നിർദ്ദേശങ്ങളും പഠിച്ച തെറ്റുകൾ തിരുത്തുന്നതിന് പരാതികൾ സമർപ്പിക്കാൻ തീരദേശ പരിപാലന അതോറിറ്റി സമയപരിധി നിശ്ചയിച്ചിരുന്നു. എന്നാൽ പട്ടവും പഞ്ചായത്ത് അധികാരികൾ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന പരിശോധിച്ച് പരാതികൾ അറിയിക്കാത്തതുകൊണ്ട് വേലിയേറ്റ രേഖ അഥവാ ഹൈ ടൈഡ് ലൈൻ മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ തീരദേശത്തോട് ചേർന്ന് ഉപ്പുവെള്ളം കയറുന്ന വയലുകളെല്ലാം കൈപ്പാട് പരിധിയിലും കണ്ടൽക്കാട് ഉൾപ്പെടെയുള്ളവ ബഫർ സോൺ പരിധിയിലും പെട്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാതെ നിരവധി പേരാണ് കഷ്ടപ്പെടുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പട്ടവും വികസന സമിതിയുടെ ഭാഗമായി തീരദേശ പരിപാലന അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഹൈ ടൈഡ് ലൈൻ രേഖപ്പെടുത്തിയതിലെ അപാകത ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചെങ്കിലും യഥാസമയം പഞ്ചായത്ത് അധികാരികൾ തിരുത്തൽ പരാതി നൽകാത്തതിനാൽ പ്രസിദ്ധീകരിച്ച മാപ്പിലും നിർദ്ദേശങ്ങളിലും തിരുത്തൽ നടത്താൻ പ്രയാസമാണെന്നാണ് അറിയിച്ചതെന്നും പട്ടവും പഞ്ചായത്ത് അധികാരികളുടെ നിഷ്ക്രിയത്വം കാരണം 5 സെന്റ് ഭൂമി മാത്രമുള്ള നിരവധി പേരാണ് വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതെന്നും പട്ടവും വികസന സമിതി കൺവീനർ രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. പട്ടവും പഞ്ചായത്ത് അധികൃതർ 2019 പ്രസിദ്ധീകരിച്ച കരട് മാപ്പും കരട് നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ പരാതി സ്വീകരിക്കാൻ തീരദേശ അതോറിറ്റി സമയം കൊടുത്തെങ്കിലും പട്ടുവം പഞ്ചായത്ത് പട്ടുവത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടന പരിശോധിച്ച് ഓരോ പ്രദേശത്തെയും ഘടന പരിശോധിച്ച് കൃത്യമായി തീരദേശ അതോറിറ്റിയെ കൃത്യമായി അറിയിക്കാത്തത് കൊണ്ട് വേലിയേറ്റ രേഖ HT ലൈൻ ഹൈ ടൈഡ് ലൈൻ തന്നെ മാറിയിരിക്കുകയാണ്. ഉപ്പുവെള്ളം പല സ്ഥലങ്ങളിലും വയലുകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ആ ഉപ്പുവെള്ള പ്രദേശം വയലുകളും പോലും കൈപ്പാടിൻ്റെ പരിധിയിലും കണ്ടൽക്കാട് ഉൾപ്പെടെയുള്ള ബഫർ സോണിൻ്റെ പരിധിയിലൊക്കെ വരികയാണ്. പ്രൈവറ്റ് ലാൻഡ് ബഫർ സോണിനായി കരുതില്ല എന്ന് പറഞ്ഞെങ്കിലും അതുപോലും ആ രീതിയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് പട്ടുവം പഞ്ചായത്തിൻ്റെ നിഷ്ക്രിയത്വം കൊണ്ട് തീരദേശ പരിപാലന അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഗൃഹങ്ങൾ നിർമ്മിക്കാനും മറ്റും തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.